പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ 3rd ലെസൺ വെയിറ്റിംഗ് ഫോർ റെയിൻ, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ആക്ടിവിറ്റീസ് വിശദീകരിക്കുന്ന വീഡിയോ പാർട്ട് 2 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ ഏതാനും ഡിസ്കോഴ്സസ് ആൻഡ് ലാംഗ്വേജ് എലിമെന്റ്സ് ഇവയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് വിശദീകരിക്കുന്നത്. ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. Video contents: relative pronouns and relative clauses, imperative sentences, reporting imperatives, prepositions, making suggestions and refusing suggestions, asking people to guess and making a guess, solution to crossword puzzle, questionnaire to make an interview, conversation, interview, report based on the interview. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യം relative clauses and relative pronouns. Relative clauses, also called adjective clauses, are often used to identify nouns or pronouns in the main clause or to give extra information about them. ഒരു സെന്റൻസിൽ രണ്ട് ക്ലോസുകൾ ഉണ്ടാകുമ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി പൂർണ്ണമായ അർത്ഥത്തോടെ നിലനിൽക്കാൻ കഴിയാത്ത ഒരു മെയിൻ ക്ലോസിന്റെ സഹായത്താൽ മാത്രം നിലനിൽക്കുന്ന ക്ലോസുകൾ, അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അത്തരം ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും എപ്പോഴും ഒരു റിലേറ്റീവ് ക്ലോസ്. റിലേറ്റീവ് ക്ലോസ് എന്നുള്ളത് ആഡ്ജക്റ്റീവ് ക്ലോസ് എന്നും അറിയപ്പെടും. കാരണം മെയിൻ ക്ലോസിലുള്ള ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു ഫംഗ്ഷനാണ് റിലേറ്റീവ് ക്ലോസുകൾ ചെയ്യുന്നത്. മെയിൻ ക്ലോസിൽ ഉൾപ്പെടുന്ന ഒരു നൗണിനെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്നു, അത്യാവശ്യമായ വിവരം, അതല്ലെങ്കിൽ കൂടുതൽ എക്സ്ട്രാ ഇൻഫർമേഷൻ, ഇവയാണ് റിലേറ്റീവ് ക്ലോസുകൾ നൽകുന്നത്. The relative clauses are introduced by relative pronouns such as who, whose, whom, that, which, when, where, why, etc. ഈ വേർഡ്സ് എല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് പരിചിതമായിരിക്കും ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന രൂപത്തിൽ, ദാറ്റ് ഒഴികെ. ബാക്കിയെല്ലാം തന്നെ നാം സാധാരണ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന രൂപത്തിൽ പരിചയമുള്ളതാണ്. എന്നാൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അല്ലാത്തൊരു ഘട്ടത്തിൽ ഇവ ഒരു പ്രോനൗണിന്റെയും ഒരു കൺജങ്ഷന്റെയും ഫങ്ഷൻസ് ചെയ്യും, ചോദ്യപദങ്ങളല്ലാത്ത ഫങ്ഷൻസ്. ഇത്തരം വേർഡ്സ് ആണ് റിലേറ്റീവ് പ്രോനൗൺസ് എന്നറിയപ്പെടുന്നത്. ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിരിക്കും എപ്പോഴും ഒരു റിലേറ്റീവ് ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. There are two types of relative clauses: defining or restrictive and non-defining or non-restrictive. ഇങ്ങനെ രണ്ട് തരം റിലേറ്റീവ് ക്ലോസുകളുണ്ട്. ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് നമുക്ക് നൗണിനെ കുറിച്ച് അത്യാവശ്യമായിട്ടുള്ള വിവരം നൽകുന്നത്. ആ റിലേറ്റീവ് ക്ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ നൗണിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകൾ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് നൽകുന്നത്. അവ അത്യാവശ്യമല്ല, നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ നൽകുന്നത്. ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസസ് പ്രൊവൈഡ് എസെൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ദ നൗൺ they modify, while non-defining relative clauses add extra or non-essential details. Non-defining clauses are separated by commas. വളരെ അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്ന ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകളും എക്സ്ട്രാ ഇൻഫർമേഷൻ നൽകുന്ന നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകളും ഉണ്ടെന്ന് നാം മനസ്സിലാക്കി. ഈ നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകൾ സെന്റൻസിൽ എഴുതുമ്പോൾ നാം കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി എഴുതും. നമുക്ക് എക്സാമ്പിൾ പരിശോധിക്കാം. എക്സാമ്പിൾസ്: I have a friend who speaks 4 languages. ഈ സെന്റൻസിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന who speaks 4 languages എന്നുള്ളതാണ് റിലേറ്റീവ് ക്ലോസ്. ഫ്രണ്ട് എന്ന നൗണിനെ മെയിൻ ക്ലോസിൽ ഐ ഹാവ് എ ഫ്രണ്ട് എന്ന മെയിൻ ക്ലോസിലുള്ള
ഫ്രണ്ട് എന്ന നൗണിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. ഇത് ഫ്രണ്ട് എന്നുള്ള നൗണിനെ കുറിച്ച് അത്യാവശ്യമായ ഇൻഫർമേഷൻ ആണ് നൽകുന്നത്. കാരണം മെയിൻ ക്ലോസിൽ ഐ ഹാവ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരർത്ഥം നമുക്ക് ലഭിക്കില്ല. ഏത് ഫ്രണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അറിവ് ലഭിക്കില്ല. പക്ഷേ ഹു സ്പീക്സ് 4 ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ 4 ഭാഷകൾ സംസാരിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ആ ഫ്രണ്ടിനെ കുറിച്ച് ഒരു അറിവ് ലഭിച്ചു. ഇതൊരു ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആണ്. ഈ നൗണിനെ കുറിച്ച് അത്യാവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ആ റിലേറ്റീവ് ക്ലോസ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാനും പാടില്ല. എന്നാൽ രണ്ടാം സെന്റൻസ് പരിശോധിക്കുക. അരുൺ who is retired now spends a lot of time with his grandchildren. ഈ സെന്റൻസിൽ അരുൺ എന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ പേര് പറയുമ്പോൾ തന്നെ ആരാണ് വ്യക്തി എന്നും ആരെക്കുറിച്ചാണ് എന്നും നമുക്ക് മനസ്സിലാകും. അയാളുടെ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. റിലേറ്റീവ് ക്ലോസ് മാറ്റി നിർത്തിയ സെന്റൻസ് പരിശോധിക്കുക. മെയിൻ ക്ലോസ് അരുൺ സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ. ആ അരുൺ തൻ്റെ ഗ്രാൻഡ് ചിൽഡ്രനുമൊത്ത് ഒരുപാട് സമയം ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അരുൺ എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കൊരു അഡീഷണൽ ഇൻഫർമേഷൻ, ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഹു ഈസ് റിട്ടേർഡ് നൗ. അദ്ദേഹം ഇപ്പോൾ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. ഇത് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നു. കാരണം ഹു ഈസ് റിട്ടേർഡ് നൗ എന്നുള്ള ആ റിലേറ്റീവ് ക്ലോസ് ഇല്ല എങ്കിലും അരുണെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞത് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം ഒരു റിട്ടയർഡ് മാൻ ആണ് എന്നുള്ളത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്, ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ടാണ് അത് നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസിൽ ചേർത്തുകൊണ്ട് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. നോട്ട് ദീസ് പോയിന്റ്സ്. When, where and why can introduce relative clauses referring to time, place and reason respectively. They are used in the same way as on which, at or in which, and for which. When, where and why എന്നീ റിലേറ്റീവ് പ്രൊനൗൺസും റിലേറ്റീവ് ക്ലോസുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. യഥാക്രമത്തിൽ when എന്നുള്ളത് ഒരു സമയത്തെ സൂചിപ്പിക്കും, where എന്നുള്ളത് സ്ഥലത്തെയും, why എന്നുള്ളത് ഒരു റീസൺ, കാരണത്തെയും. ഇത് ഒരു സമയത്തെ സൂചിപ്പിക്കാൻ മിക്കപ്പോഴും വളരെ ഫോർമലായിട്ട് ഓൺ വിച്ച് എന്ന് ഉപയോഗിക്കുന്നതിന് പകരമാണ് when എന്ന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ at or in which ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ നാം ഫോർമലായി which എന്ന റിലേറ്റീവ് പ്രൊനൗണിന് മുമ്പിൽ പ്രിപ്പോസിഷൻ ചേർത്തുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അതിനു പകരം നമുക്ക് where എന്ന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ for which എന്നതിന് പകരം why എന്ന റിലേറ്റീവ് പ്രൊനൗണും ഉപയോഗിക്കാം. നമുക്ക് എക്സാമ്പിൾസ് പരിശോധിക്കാം. I will never forget the day when the dogs came to attack me. When the dogs came to attack me എന്നുള്ളത് ഒരു റിലേറ്റീവ് ക്ലോസ് ആണ്, ഇൻട്രൊഡ്യൂസ്ഡ് ബൈ when. when എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ക്ലോസിലെ I will never forget the day എന്നുള്ള ആ മെയിൻ ക്ലോസിലെ the day എന്ന നൗണിനെയാണ് ഈ റിലേറ്റീവ് ക്ലോസ് വിശേഷിപ്പിക്കുന്നത്. സെക്കൻഡ് സെന്റൻസ്. Every year in June, Anita Naya visited her native village where she could enjoy the monsoon season. രണ്ടാം സെന്റൻസിൽ where she could enjoy the monsoon season എന്നുള്ള റിലേറ്റീവ് ക്ലോസ് അത് തൊട്ട് മുമ്പിലുള്ള മെയിൻ ക്ലോസിലെ നാറ്റീവ് വില്ലേജ് എന്ന നോൺ ഫ്രേസിനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് എന്ന രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. തേർഡ് സെന്റൻസ്. Meloff explained to the madam the reason why she had entered the compound. Why she had entered the compound എന്നുള്ള റിലേറ്റീവ് ക്ലോസ് തൊട്ട് മുമ്പുള്ള റീസൺ എന്ന നൗണിനെയാണ് വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ള കാരണത്തെ സൂചിപ്പിക്കുന്നു. Note. The relative pronoun that can be used for people in informal context in defining relative clauses.
but it cannot be used in non-defining relative clauses. വിദ്യാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സാധാരണമായി വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യുന്ന റിലേറ്റീവ് ക്ലോസുകളിൽ റിലേറ്റീവ് പ്രൊനൗണായി ഉപയോഗിക്കുന്നത് ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ്. എന്നാൽ ഇൻഫോർമൽ കോണ്ടെക്സ്റ്റുകളിൽ വ്യക്തികൾക്ക് ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗണും ഉപയോഗിക്കാം. പക്ഷേ എസെൻഷ്യൽ ഇൻഫർമേഷൻ നൽകുന്ന ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകളിൽ മാത്രമേ ദാറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കുക, ദാറ്റ് ഹു എന്നതിന് പകരം വ്യക്തികൾക്കും ഉപയോഗിക്കാം ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകളിൽ. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസസ്. എന്നാൽ എക്സ്ട്രാ ഇൻഫർമേഷൻ നൽകുന്ന നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദാറ്റ് വ്യക്തികൾക്ക് പകരം ഉപയോഗിക്കില്ല, വസ്തുക്കൾക്കും. ദാറ്റ് ഒരു റിലേറ്റീവ് പ്രൊനൗൺ എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്നത് എസെൻഷ്യൽ ഇൻഫർമേഷൻ നൽകുന്ന ഡിഫൈനിങ് ക്ലോസുകളിൽ മാത്രം. ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകളിൽ ദാറ്റ് എന്നത് വസ്തുക്കൾക്കും വ്യക്തികൾക്കും ഒരുപോലെ ഇൻഫോർമൽ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാം എന്നർത്ഥം. നമുക്ക് എക്സാമ്പിൾ സെന്റൻസ് പരിശോധിച്ച് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. The girl who had once made a public toilet her reading room later became a celebrated writer. The girl എന്നുള്ള നൗണിനെ നാം ഐഡന്റിഫൈ ചെയ്യുകയാണ് ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിലേറ്റീവ് ക്ലോസിലൂടെ. ഹു ഹാഡ് വൺസ് മെയ്ഡ് എ പബ്ലിക് ടോയ്ലറ്റ് ഹെർ റീഡിംഗ് റൂം. ഇത് ഏതാണ് ആ ഗേൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ ഇൻഫർമേഷൻ ആണ് നൽകുന്നത്. ഒരിക്കൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് റീഡിംഗ് റൂമായി ഉപയോഗിച്ചിരുന്ന പെൺകുട്ടി ലേറ്റർ ബിക്കെയിം എ സെലിബ്രേറ്റഡ് റൈറ്റർ, പിന്നീട് വളരെ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയായി മാറി എന്ന് പറയുന്നു. ഇതേ സെന്റൻസ് നമുക്ക് ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചും പറയാം. ദ ഗേൾ that had once made a public toilet her reading room later became a celebrated writer. Who എന്നതിനു പകരം the girl എന്ന വ്യക്തിക്കും നാം that എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് രണ്ടും എസെൻഷ്യൽ ഇൻഫർമേഷൻ നൽകുന്ന ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസസ് ആകുന്നു. ഇനി സെക്കൻഡ് സെന്റൻസ് പരിശോധിക്കുക. Miss Meloff, who had once made a public toilet her reading room, later became a celebrated writer. ഈ സെന്റൻസിൽ ഹു ഹാഡ് എന്ന് തുടങ്ങുന്ന ആ റിലേറ്റീവ് ക്ലോസ് ഒരു നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആണ്. കാരണം വ്യക്തി ആരാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നു പേരിലൂടെ, മിസ് മെലോഫ്. അപ്പോൾ ഒരിക്കൽ പബ്ലിക് ടോയ്ലറ്റ് റീഡിംഗ് റൂമായി ഉപയോഗിച്ചു എന്ന് പറയുന്ന ആ ഭാഗം ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. സെന്റൻസ് മെയിൻ ക്ലോസ് ഇങ്ങനെയാണ്: മിസ് മെലോഫ് later became a celebrated writer. പിൽക്കാലത്ത് പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയായി മിസ് മെലോഫ് മാറി എന്നുള്ളതാണ് മെയിൻ ക്ലോസ്. അവിടെ നമുക്ക് വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് റിലേറ്റീവ് ക്ലോസിൽ പറയുന്ന കാര്യം അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആണ്. ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ സെന്റൻസിനെ നമുക്ക് ദാറ്റ് ഉപയോഗിച്ച് പറയാൻ സാധ്യമല്ല. But it is not correct to use Miss Meloff that had once made a public toilet her reading room later became a celebrated writer. ഈ സെന്റൻസ് തെറ്റാണ്. കാരണം ഇവിടെ നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് തുടങ്ങിയിരിക്കുന്നത് ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ടാണ്. ദാറ്റ് വ്യക്തികൾക്ക് ഉപയോഗിക്കുമ്പോൾ നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയതാണ്. അതാണ് ഈ സെന്റൻസ് തെറ്റാകാനുള്ള കാരണം. Next activity. Read the passage on internet etiquette given below. Activity 1 given on page 98. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു പാസേജ് ഉണ്ട്. ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നാം പാലിക്കേണ്ടതായ മര്യാദകൾ, മാനേഴ്സ്. ഈ പാസേജ് വായിച്ച് അതിൽ ധാരാളമായ റിലേറ്റീവ് ക്ലോസുകൾ ഉൾപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾ റിലേറ്റീവ് ക്ലോസുകൾ കണ്ടെത്തുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡിഫൈനിങ് ആൻഡ് നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകൾ കണ്ടെത്തണം. എന്നിട്ട് അവ തുടർന്ന് വരുന്ന ഒരു ടേബിളിൽ പ്രത്യേകമായി ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകളും നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസുകളും എടുത്തെഴുതുക. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ റിലേറ്റീവ് ക്ലോസുകളും അണ്ടർലൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. ഓരോന്നും
ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആണോ നോൺ ഡിഫൈനിങ് ആണോ എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ആദ്യം ദ റൂൾസ് ദാറ്റ് ഗവേൺ ഓൺലൈൻ കോണ്ടാക്ട് എന്നുള്ളിടത്ത് ദാറ്റ് ഗവേൺ ഓൺലൈൻ കോണ്ടാക്ട് എന്നുള്ള റിലേറ്റീവ് ക്ലോസ് ശ്രദ്ധിക്കുക. ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ടാണ് അത് തുടങ്ങുന്നത്. ദാറ്റ് ഒരിക്കലും നമുക്ക് നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് തുടങ്ങാൻ ഉപയോഗിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ദ റൂൾസ് എന്നുള്ള നൗണിനോട് ഒപ്പം തന്നെ കോമയൊന്നും ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാതെയാണ് അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആകുന്നു. തുടർന്ന് കോമ കഴിഞ്ഞ് വിച്ച് ഇൻക്ലൂഡ് ബീങ് റെസ്പെക്ട്ഫുൾ ആൻഡ് കൺസിഡറേറ്റ് എന്ന റിലേറ്റീവ് ക്ലോസ് ഉണ്ട്. അത് വിച്ച് എന്ന റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അത് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതൊരു നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആകുന്നു. ദെൻ മൂന്നാമത് പീപ്പിൾ ഹൂസ് ഇന്റൻഷൻസ് മേ നോട്ട് ഓൾവേസ് ബി ക്ലിയർ ഓൺലൈൻ എന്നുള്ള ആ റിലേറ്റീവ് ക്ലോസ് ഹൂസ് എന്ന റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. പീപ്പിൾ എന്ന നൗണിനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണത്. പക്ഷെ ആ നൗൺ കഴിഞ്ഞ് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതൊരു നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആകുന്നു. ദെൻ വീണ്ടും ഫോർ ദോസ് ഹു ആർ ന്യൂ ടു ഓൺലൈൻ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്ന സെന്റൻസിൽ ഹു ആർ ന്യൂ ടു ഓൺലൈൻ ഇന്ററാക്ഷൻസ് എന്നുള്ള റിലേറ്റീവ് ക്ലോസ് ഹു എന്ന റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ഫോർ ദോസ് എന്നുള്ള ആ നൗണിനെയാണ് അഥവാ ഒരു പ്രൊനൗണിനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതൊരു ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആകുന്നു. ദെൻ ഇൻ ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ് where difference of opinion is common തുടങ്ങിയ ഈ സെന്റൻസിൽ where difference of opinion is common എന്ന റിലേറ്റീവ് ക്ലോസ് അത് where എന്ന റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ഇൻ ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ് എന്ന ഒരു നൗൺ ഫ്രേസിനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിൽ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതൊരു നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആകുന്നു. ദെൻ തുടർന്ന് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം വിച്ച് ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് ഡിസ്കഷൻസ് എന്ന് തുടങ്ങുന്ന സെന്റൻസിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ള ആ ഫ്രേസിനെയാണ് റിലേറ്റീവ് ക്ലോസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. വിച്ച് എന്ന റിലേറ്റീവ് പ്രൊനൗൺ കൊണ്ട് തുടങ്ങിയിരിക്കുന്നു. ക്രിറ്റിസിസം എന്ന നൗണിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് ആകുന്നു. ഇനി വിദ്യാർത്ഥികൾ ഇവ ടേബിളിലേക്ക് വേർതിരിച്ച് എഴുതുക. പിക്ക് ഔട്ട് ദി defining and non-defining relative clauses from the above passage and complete the table. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്തിട്ടുണ്ട്. Next, activity 2 given on page 99. Read the sentences given below. Do not cut down trees. Better not rely on fast food. Please explain the system to us. What common features do you notice in the sentences above? Discuss and list them. ഇവിടെ 3 സെന്റൻസുകൾ നൽകിയത് വായിക്കുക. അവയിൽ അടങ്ങിയിരിക്കുന്ന കോമൺ ഫീച്ചേഴ്സ്, പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ, ഈ 3 സെന്റൻസിലും പൊതുവായി കാണപ്പെടുന്ന സവിശേഷതകൾ എന്താണെന്ന് ചർച്ച ചെയ്ത് ലിസ്റ്റ് ചെയ്യുക, എഴുതുക. നമുക്ക് പരിശോധിക്കാം. All the sentences are imperatives. ഇംഗ്ലീഷിലെ ഇംപെരറ്റീവ് സെന്റൻസസ് എന്ന ഇനത്തിൽപ്പെടുന്നതാണ് ഈ 3 സെന്റൻസുകളും. ഇംപെരറ്റീവ് സെന്റൻസസ് എന്ന് പറയുമ്പോൾ വിച്ച് എക്സ്പ്രസ് കമാൻഡ്സ്, സജഷൻസ്, റിക്വസ്റ്റ് എക്സെട്ര. പലപ്പോഴും ചില കമാൻഡുകളോ നിർദ്ദേശങ്ങളോ റിക്വസ്റ്റുകളോ അല്ലെങ്കിൽ അഡ്വൈസോ ഒക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള സെന്റൻസുകളാണ് നാം ഇംപെരറ്റീവ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സെന്റൻസുകളാണ് ഇവ 3. The subject of each sentence is you, which is implied. ഈ 3 സെന്റൻസിലും ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് യു എന്നുള്ളതാണ്. എന്നാൽ അത് പ്രകടമായി കാണില്ല. ഇംപെരറ്റീവ് സെന്റൻസുകളിൽ മിക്കപ്പോഴും ഇംപ്ലൈഡ് സബ്ജക്റ്റുകൾ, അതായത് മറഞ്ഞു കിടക്കുന്ന, എന്നാൽ നമുക്ക് സൂചനയുണ്ട്, ഉദ്ദേശിക്കുന്നു യു എന്നുള്ളത്. ഉദാഹരണത്തിന് ഡു നോട്ട് കട്ട് ഡൗൺ ട്രീസ് എന്ന് പറയുമ്പോൾ യു ഡു നോട്ട് കട്ട് ഡൗൺ ട്രീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു എന്നുള്ളത് പ്രകടമായിട്ട് പറയില്ല, എഴുതില്ല, ഇംപ്ലൈഡ് ആണ്, ഉദ്ദേശിക്കുന്നതാണ്. അത്തരത്തിലുള്ള സബ്ജക്റ്റുകളാണ് 3 സെന്റൻസിലും ഉള്ളത്. Then the first 2 sentences are negative imperatives expressing a command and a suggestion respectively.
ആദ്യ രണ്ട് സെന്റൻസുകളും നെഗറ്റീവ് സെന്റൻസുകളാണ്. ആദ്യ സെന്റൻസിൽ ഒരു കമാൻഡും രണ്ടാമത്തതിൽ ഒരു സജസ്റ്റൻ, ഒരു നിർദ്ദേശവും ഉൾപ്പെടുന്നു. നെഗറ്റീവാണ്, നോട്ട് എന്നടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട്. Then the third sentence expresses a request. മൂന്നാമത്തെ സെന്റൻസ് ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ടു us എന്ന് പറയുന്ന സെന്റൻസിൽ. ഇവയാണ് ഈ സെന്റൻസുകളുടെ പ്രത്യേകത. ഇവ മൂന്നും ഇംപെരറ്റീവ് സെന്റൻസസ് എന്ന ക്ലാസ്സിൽ ഉൾപ്പെടുന്നവയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, മാച്ച് ദ സെന്റൻസസ് ഇൻ കോളം എ വിത്ത് their functions in column B. ഇവിടെ എ ആൻഡ് ബി എന്നിങ്ങനെ രണ്ട് കോളംസ് നൽകിയിരിക്കുന്നു. കോളം എയിൽ 6 സെന്റൻസുകളുമുണ്ട്. ഓരോ സെന്റൻസും വായിച്ച അവയിലൂടെ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ, ആ സെന്റൻസുകൾ എന്ത് ഫംഗ്ഷനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായി മാച്ച് ചെയ്യുന്ന രൂപത്തിൽ കോളം ബിയിലേക്ക് എഴുതുക. വിദ്യാർത്ഥികൾക്ക് സഹായകരമാകും വിധം സെന്റൻസുകൾക്ക് നമ്പർ നൽകിക്കൊണ്ട് ഓരോന്നിന്റെയും ഫംഗ്ഷൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ 6 സെന്റൻസുകളും ഇംപെരറ്റീവ് സെന്റൻസുകളാണ്. അവ നൽകുന്ന ഫംഗ്ഷൻ, ഓരോ സെന്റൻസും നൽകുന്ന ഫംഗ്ഷൻ ഇൻവിറ്റേഷൻ, വാർണിംഗ്, റിക്വസ്റ്റ്, ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ് ഓർ ഡയറക്ഷൻസ്, അഡ്വൈസ്. ഇത്തരം ആശയങ്ങൾ, ഇത്തരം ചില ഫംഗ്ഷൻസ് ചെയ്യുന്ന സെന്റൻസുകളാണ് ഇംപെരറ്റീവ്സ്. We have seen that the sentences in column A express requests, suggestions, orders, advice, warnings, etc. Such sentences are called imperative sentences. കോളം എയിലെ സെന്റൻസുകളെല്ലാം തന്നെ നാം ഇവിടെ കോളം ബിയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വ്യത്യസ്തമായിട്ടുള്ള ചില ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള റിക്വസ്റ്റ്, സജഷൻസ്, ഓർഡേഴ്സ്, അഡ്വൈസ്, വാർണിംഗ്സ് തുടങ്ങിയ ഫങ്ഷൻസ് ചെയ്യുന്ന സെന്റൻസുകളെയാണ് നാം ഇംപെരറ്റീവ് സെന്റൻസുകൾ എന്ന് പറയാറുള്ളത്. അത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇംപെരറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ കോളം ബിയിൽ നൽകിയിരിക്കുന്ന പോലെയുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന സെന്റൻസുകളായിരിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി, a few situations are pictured below. Write imperative sentences matching each situations. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ ചിത്രത്തിലും ഓരോ സിറ്റുവേഷൻ ആണുള്ളത്. ആ സന്ദർഭത്തിന് അനുസൃതമായിട്ടുള്ള ഇംപെരറ്റീവ് സെന്റൻസുകൾ എഴുതി ചേർക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്, സജസ്റ്റൻ ഇതൊക്കെ ഉൾപ്പെടാം. അത്തരത്തിലുള്ള സെന്റൻസുകൾ സന്ദർഭോചിതം എഴുതുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചില മോഡൽ സെന്റൻസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായ സെന്റൻസുകൾ എഴുതാനും സാധിക്കും. ആദ്യം ഒരു പബ്ലിക് പാർക്കിലെ ചിത്രത്തിന് അനുയോജ്യമായ ഒരു സിറ്റുവേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനനുയോജ്യമായ ഒരു സെന്റൻസും, ദിസ് ഇസ് എ പബ്ലിക് പാർക്ക്, ഡോണ്ട് ബ്രിങ് യുവർ ഡോഗ് ഇൻ ഹിയർ. ഇതൊരു പബ്ലിക് പാർക്കാണ്, നിങ്ങളുടെ ഡോഗിനെ അകത്തേക്ക് കൊണ്ടുവരരുത്. ഒരു കമാൻഡ് പുറപ്പെടുവിക്കുന്ന രൂപത്തിലുള്ള ഒരു സെന്റൻസ് നൽകിയിരിക്കുന്നു. രണ്ടാമത്, ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കസ്റ്റമേഴ്സ്, പ്ലീസ് ഷോ അസ് ദ മെനു. വെയിറ്ററോട് പറയുന്നു, പ്ലീസ് ഷോ അസ് ദ മെനു. ഭക്ഷണത്തിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന മെനു കൊണ്ടുവരാൻ, അത് കാണിക്കാൻ ഒരു റിക്വസ്റ്റ് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു ക്ലാസ് റൂമാണ്. അധ്യാപകൻ വിദ്യാർത്ഥികളോട് എന്തോ നിർദ്ദേശം നൽകുന്നു. ലെറ്റ് മീ നോ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്നെ അറിയിക്കണം. സജസ്റ്റൻ ഓർ ഇൻസ്ട്രക്ഷൻ, ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന രൂപത്തിൽ ഒരു കൽപ്പന പോലെയാണ് അധ്യാപകൻ പറയുന്നത്. നെക്സ്റ്റ്, ഒരു രോഗിയെ സുഹൃത്തുക്കൾ കാണാൻ വന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ. ടേക്ക് റെസ്റ്റ് അൺടിൽ യു ഫീൽ ബെറ്റർ. സുഖമാകുന്നത് വരെ, ബെറ്റർ ആകുന്നത് വരെ റെസ്റ്റ് എടുക്കുക. അവർ, കൂട്ടുകാർ അഡ്വൈസ് നൽകുന്നതാണ് സിറ്റുവേഷൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി ബി, റീഡ് ദ കോൺവെർസേഷൻ ഗിവൺ ബിലോ. ഇവിടെ ഒരു കോൺവെർസേഷൻ നൽകിയിട്ടുണ്ട്, അത് വായിക്കുക. സെക്രട്ടറി, വെയർ യുവർ വൈറ്റ് ക്യാപ്. ഡബ്ബാവാല, പ്ലീസ് എക്സ്ക്യൂസ് മീ ഫ്രം വെയറിംഗ് ദ ക്യാപ് ടുഡേ. സെക്രട്ടറി ഡബ്ബാവാലയോട് കൽപ്പിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്, നിന്റെ വൈറ്റ് ക്യാപ് ധരിക്കുക. നിന്റെ എന്ന് പറഞ്ഞിട്ട് നേരിട്ടുള്ള ഒരു സംഭാഷണമാണ്. അതിനോട് ഡബ്ബാവാല പ്രതികരിക്കുന്നത് ഒരു അപേക്ഷയോട് കൂടിയാണ്. പ്ലീസ് എക്സ്ക്യൂസ് മീ ഫ്രം വെയറിംഗ് ദ ക്യാപ് ടുഡേ. ഇന്ന് തൊപ്പി ധരിക്കുന്നതിൽ നിന്നും എനിക്കൊരു എക്സ്ക്യൂസ് നൽകുക. ഇന്ന് ഞാൻ ധരിക്കുന്നില്ല, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കുക. ഒരു റിക്വസ്റ്റ് ആണ്.
ഇനി ഈ സംഭാഷണം ടൂറിസ്റ്റ് ഹാപ്പൻസ് ടു ഹിയർ ദ കോൺവെർസേഷൻ. ഒരു ടൂറിസ്റ്റ് ഈ സംഭാഷണം കേൾക്കുന്നു. ഹി ഓർ ഷീ റിപ്പോർട്ട്സ് ദിസ് കോൺവെർസേഷൻ ടു എ ഫെലോ ടൂറിസ്റ്റ്. ആ ടൂറിസ്റ്റ് തന്റെ സഹയാത്രികനായ മറ്റൊരു ടൂറിസ്റ്റിനോട് ഈ സംഭാഷണത്തെക്കുറിച്ച് പറയുന്നു. ദിസ് ഇസ് ഹൗ ഹി ഓർ ഷീ റിപ്പോർട്ട്സ് ഇറ്റ്. അതായത് സെക്രട്ടറിയും ഡബ്ബാവാലയും നേർക്കുനേർ സംസാരിച്ച സംഭാഷണം മൂന്നാമത്തെ ഒരു ടൂറിസ്റ്റ് കേൾക്കുന്നു, മൂന്നാമതൊരു വ്യക്തി. എന്നിട്ട് അദ്ദേഹം നാലാമതൊരാളോട് സെക്രട്ടറിയും ഡബ്ബാവാലയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് റിപ്പോർട്ട് ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്രട്ടറിയും ഡബ്ബാവാലയും സംസാരിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ചിലാണ്. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിക്കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിലെ സെന്റൻസ് ഇങ്ങനെയായിരിക്കും: ദ സെക്രട്ടറി ഇൻസ്ട്രക്റ്റഡ് ദ ഡബ്ബാവാല. സെക്രട്ടറി ഡബ്ബാവാലയോട് നിർദ്ദേശിച്ചു ടു വെയർ ഹിസ് വൈറ്റ് ക്യാപ്. യുവർ വൈറ്റ് ക്യാപ് എന്ന് നേരിട്ട് പറഞ്ഞതാണ്, നിന്റെ തൊപ്പി ധരിക്കുക. ഇതിപ്പോൾ കേട്ടൊരാൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സെക്രട്ടറി ഡബ്ബാവാലയോട് പറയുന്നുണ്ട് അയാളുടെ വൈറ്റ് ക്യാപ്പ് ധരിക്കാൻ. ശ്രദ്ധിക്കേണ്ടത് വെയർ എന്നുള്ള ആ വേർബിനെ ടു വെയർ എന്ന ഒരു ടു ഇൻഫിനിറ്റീവ് ആക്കിയും മാറ്റി യുവർ വൈറ്റ് ക്യാപ്പ് എന്നുള്ളത് ഹിസ് വൈറ്റ് ക്യാപ്പ് എന്നാക്കി മാറ്റി. ദെൻ ഡബ്ബാവാല അതിനോട് പ്രതികരിച്ചത് ഒരു അപേക്ഷയോട് കൂടിയാണ്. ഡബ്ബാവാല റിക്വസ്റ്റഡ് ദ സെക്രട്ടറി ടു എക്സ്ക്യൂസ് ഹിം. എക്സ്ക്യൂസ് മീ എന്നുള്ളതിനെയാണ് ടു എക്സ്ക്യൂസ് ഹിം, അയാളെ ഒഴിവാക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ഫ്രം വെയറിംഗ് ദ ക്യാപ്, തൊപ്പി ധരിക്കുന്നതിൽ നിന്നും ടുഡേ എന്നുള്ളതിനെ ദാറ്റ് ഡേ എന്നുമാക്കി മാറ്റി. ഈ രൂപത്തിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നൗ what changes do you notice when an imperative sentence in direct speech is reported? ഡയറക്റ്റ് സ്പീച്ചിലെ ഒരു ഇമ്പെരറ്റീവ് സെന്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് റിപ്പോർട്ട് ചെയ്തെഴുതുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചത്. പ്രധാനമായും 1. സ്പീച്ച് മാർക്സ് ആർ ഒമിറ്റഡ്. ഡയറക്റ്റ് സ്പീച്ചിൽ മിക്കപ്പോഴും നമുക്ക് എഴുതി തരുമ്പോൾ ഇൻവെർട്ടഡ് കോമയിലൊക്കെ ആയിരിക്കും നേരിട്ടുള്ള സംഭാഷണത്തെ എഴുതുന്നത്. അത്തരം സ്പീച്ച് മാർക്കുകൾ അഥവാ കൊട്ടേഷൻ മാർക്കുകൾ ഒഴിവാക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എഴുതുമ്പോൾ. Number 2, a reporting clause is used to introduce what was spoken and between whom. ആര് ആരോട് ഏത് രൂപത്തിലുള്ള സംഭാഷണം നടത്തി എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിംഗ് ക്ലോസ് ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് സെക്രട്ടറി ഇൻസ്ട്രക്റ്റഡ് എന്ന് പറയുന്ന ആ ഭാഗം, അതുപോലെ തന്നെ ദ ഡബ്ബാവാല റിക്വസ്റ്റഡ് എന്ന് പറയുന്നതാണ് റിപ്പോർട്ടിംഗ് ക്ലോസ്. ആര് ആരോട് റിക്വസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്തു, പറഞ്ഞു എന്നൊക്കെ പറയുന്ന ആ ഇൻട്രൊഡ്യൂസിങ് ക്ലോസ് ആണ് റിപ്പോർട്ടിംഗ് ക്ലോസ്, അതുണ്ടായിരിക്കും. ദെൻ നമ്പർ 3, an appropriate reporting verb is chosen to match the tone of the speech, such as told, asked, instructed, suggested, replied, etc. സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ക്ലോസിൽ നമുക്ക് അനുയോജ്യമായ ഒരു റിപ്പോർട്ടിംഗ് വേർബ് നൽകേണ്ടി വരും. ഉദാഹരണത്തിന് സെക്രട്ടറി വെയർ യുവർ ക്യാപ് എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു കമാൻഡ് ആണ്. അതിനനുസൃതമായിട്ടാണ് നാം ഇൻസ്ട്രക്റ്റഡ് നിർദ്ദേശിച്ചു അല്ലെങ്കിൽ കമാൻഡഡ് കൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത്. അത്തരത്തിൽ സന്ദർഭത്തിന് അനുയോജ്യമായ ഉപയോഗിച്ച സെന്റൻസിന്റെ ടോണിന് ആ സ്പീച്ചിന് അനുയോജ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് വേർബ് ഉപയോഗിക്കേണ്ടി വരും. ടോൾഡ് എന്നോ ആസ്ക്ഡ് എന്നോ ഇൻസ്ട്രക്റ്റഡ് എന്നോ സജസ്റ്റഡ് എന്നോ റിപ്ലൈഡ് എന്നോ ഒക്കെ പോലുള്ള. നമ്പർ 4, when an imperative sentence is reported, the main verb is changed to the to infinitive form. ഒരു ഇമ്പരറ്റീവ് സെന്റൻസിലെ കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഇതാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിലെ മെയിൻ വേർബ്, ഇപ്പോൾ ഉദാഹരണത്തിന് സെക്രട്ടറി പറഞ്ഞ വെയർ എന്നുള്ള ആ മെയിൻ വേർബ്, ദെൻ ഡബ്ബാവാല പറഞ്ഞ പ്ലീസ് എക്സ്ക്യൂസ് എന്ന് പറയുന്ന ആ വേർബ്, ഈ മെയിൻ വേർബുകളെ ടു ഇൻഫിനിറ്റീവ് ആക്കി മാറ്റുക. നാം റിപ്പോർട്ട് ചെയ്ത് എഴുതിയപ്പോൾ കണ്ടു ടു വെയർ ആൻഡ് ടു എക്സ്ക്യൂസ് എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതി. ദെൻ പ്രൊനൗൺസ്, വേർബ് ടെൻസസ് ആൻഡ് ഡിറ്റർമിനേഴ്സ് ആർ അഡ്ജസ്റ്റഡ് അപ്രോപ്രിയേറ്റ്ലി. സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നാം പ്രൊനൗണുകളും അതിൽ തന്നെ വേർബുകളിലെ ടെൻസുകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ചില ഡിറ്റർമിനേഴ്സ്, പ്രോനൗണുകൾ ഇതൊക്കെ മാറ്റേണ്ടി വരും. നാം കണ്ടതാണ് യുവർ ക്യാപ് എന്നുള്ളത് ഹിസ് ക്യാപ് എന്നാക്കി നാം മാറ്റി. ടുഡേ എന്നുള്ളതിനെ ആ ഡിറ്റർമിനർ അതിനെ നാം ദാറ്റ് ഡേ എന്ന രൂപത്തിലേക്ക് മാറ്റി. ഇത്തരത്തിൽ അനുയോജ്യമായ മാറ്റങ്ങൾ
വരുത്തേണ്ടി വരും. നെക്സ്റ്റ്, നൗ ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസസ് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ 3 ഇൻഡയറക്റ്റ് സ്പീച്ചിലെ അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലെ സെന്റൻസുകളാണ് നൽകിയിരിക്കുന്നത്. ഇവ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയെഴുതുക. വിദ്യാർത്ഥികൾ ഓരോ സെന്റൻസും വായിച്ച് അതിന് തൊട്ട് താഴെ തന്നെ അവയുടെ ഡയറക്റ്റ് സ്പീച്ച് നൽകിയിട്ടുണ്ട്. ആദ്യ സെന്റൻസ് ഒന്ന് പരിശോധിക്കാം. The flight steward requested the passengers to keep their baggage in the overhead bins. ഫ്ലൈറ്റ് അറ്റൻഡന്റ് പാസഞ്ചേഴ്സിനോട് അപേക്ഷിച്ചു അവരുടെ ലഗേജ് എല്ലാം തന്നെ ഓവർഹെഡ് മുകളിലുള്ള ബിന്നിലേക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി, അവിടെ സൂക്ഷിക്കാൻ വേണ്ടി. ഇത് ഒരു റിപ്പോർട്ടഡ് സെന്റൻസ് ആണ്. ഇത് ഡയറക്റ്റ് സ്പീച്ചിൽ എങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുക? ഇതാണ് ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത്. ആരോടാണ് പറയുന്നത്? ദ ഫ്ലൈറ്റ് സ്റ്റുവർഡ് ടു പാസഞ്ചേഴ്സ്. ഫ്ലൈറ്റ് സ്റ്റുവർഡ് പാസഞ്ചേഴ്സിനോട്. എന്നിട്ട് ഒരു റിക്വസ്റ്റ് ആണെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലീസ് കീപ് യുവർ ബാഗേജ് ഇൻ ദി ഓവർഹെഡ് ബിൻസ് എന്നുള്ളതായിരിക്കും ഡയറക്റ്റ് സ്പീച്ചിലെ സെന്റൻസ്. അത് ഇൻവെർട്ടഡ് കോമയിലും നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ ഓരോ സെന്റൻസുകളും അവയുടെ മാറ്റങ്ങളും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. Now, activity B. Let's change the imperative sentences given below into reported speech. ഇവിടെ ഏതാനും ഇമ്പരറ്റീവ് സെന്റൻസുകൾ ഡയറക്റ്റ് സ്പീച്ചിൽ തന്നെ നൽകിയിരിക്കുന്നു. അവ അനുയോജ്യമായ മാറ്റങ്ങളോടെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുക. ആദ്യ സെന്റൻസ് പൈലറ്റ് നൽകുന്ന ഒരു റിക്വസ്റ്റ് ആണ്. പാസഞ്ചേഴ്സ് kindly remain seated till the seat belt signs are switched off. ഈ റിക്വസ്റ്റ് എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ആദ്യം അനുയോജ്യമായ റിപ്പോർട്ടിംഗ് ക്ലോസ്. ആരോട് അപേക്ഷിച്ചു? ദ പൈലറ്റ് റിക്വസ്റ്റഡ് ദ പാസഞ്ചേഴ്സ്. ഇത്രയുമാണ് റിപ്പോർട്ടിംഗ് ക്ലോസ്. അത് കഴിഞ്ഞ് റിമെയിൻ എന്നുള്ള ആ വേർബിന്, അതാണ് മെയിൻ വേർബ്. കൈൻഡ്ലി എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആണെന്ന് കാണിക്കുന്ന പ്ലീസ് എന്ന പോലെയുള്ള ഒരു പദമാണ്. അതിൽ നിന്നാണ് നാം ഇതൊരു റിക്വസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നാം റിക്വസ്റ്റഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വേർബും ഉപയോഗിച്ചത്. ശേഷം റിമെയിൻ എന്നുള്ള മെയിൻ വേർബിനെ ടു റിമെയിൻ എന്ന ടു ഇൻഫിനിറ്റീവ് ആക്കി മാറ്റി. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ആ സെന്റൻസുകളെ അതേ രൂപത്തിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നു. ദെൻ ആർ സ്വിച്ച്ഡ് ഓഫ് എന്നുള്ള ഭാഗത്ത് എന്നുള്ള പ്രസന്റ് ടെൻസിനെ നാം പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി വേർ സ്വിച്ച്ഡ് ഓഫ് എന്നാക്കി മാറ്റിയതും ശ്രദ്ധിക്കുക. ദെൻ സ്പീച്ച് മാർക്കായിരുന്ന കൊട്ടേഷൻ മാർക്ക് മാറ്റി സെന്റൻസ് ഫുൾ സ്റ്റോപ്പിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികൾ തുടർന്നുള്ള സെന്റൻസുകളും ഇതേപോലെ വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 given on textbook page 101. Prepositions. Read the sentence from the saga of the tiffin carriers. This makes it virtually impossible for the average employee to live near the place of work anywhere in Mumbai. ഈ സെന്റൻസിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ചില വാക്കുകളുണ്ട്. ഫോർ, നിയർ, ഓഫ്, ഇൻ. ഇവ ശ്രദ്ധിക്കുക. വാട്ട് ഫങ്ഷൻസ് ഡു the words given in bold type serve in the above sentence? Discuss. ഇവ എന്ത് ഫംഗ്ഷൻ ആണ് ഈ മുകളിലെ സെന്റൻസിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇവയാണ് പ്രിപ്പോസിഷൻസ്. The highlighted words are prepositions. ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻ എന്നറിയപ്പെടുന്ന വാക്കുകളാണ് ഇവയൊക്കെ. Prepositions are words that show the relationship between a noun or a pronoun and other elements in a sentence. ഒരു സെന്റൻസിലെ നൗണുകൾ, പ്രൊനൗണുകൾ ഇവയും സെന്റൻസിലെ മറ്റു ചില ഘടകങ്ങളുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രിപ്പോസിഷൻസ്. They often indicate relationship in terms of time, place, direction, cause, manner, position, etc. നൗണുകൾക്ക് അല്ലെങ്കിൽ പ്രൊനൗണുകൾക്ക് മറ്റ് എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്തെ സൂചിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ പ്ലേസ്, സ്ഥലം, ഡയറക്ഷൻ ഒരു ഭാഗത്തേക്കുള്ള സഞ്ചാരം, കോസ് കാരണം, മാനർ രീതികൾ, പൊസിഷൻ കൈവശപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്വന്തമാണെന്ന് കാണിക്കുന്ന ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സ്ഥലത്തിന് മുമ്പിൽ, ഒരു സമയത്തിന് മുമ്പിൽ ഒരു ഡയറക്ഷൻ എങ്ങനെ സൂചിപ്പിക്കാം, ഒരു കാരണം അതല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഏത് രീതിയിൽ നടക്കുന്നു, ഒന്ന് മറ്റൊന്നിന്റെ ഭാഗമാണ്, അതിന്റെ, ഇതിന്റെ എന്നൊക്കെ പറയുന്ന ഒരു പൊസിഷൻ, ഇതൊക്കെ അർത്ഥം നൽകുന്ന
സഹായിക്കുന്ന മറ്റു വസ്തുക്കളുമായിട്ട് ഒരു നൗണിനുണ്ടാകുന്ന ബന്ധത്തെ, റിലേഷൻ സൂചിപ്പിക്കുന്ന പദങ്ങളായിരിക്കും പ്രിപ്പൊസിഷൻസ്. മെയിൻ ഫങ്ഷൻസ് ഓഫ് പ്രിപ്പൊസിഷൻസ്. പ്രിപ്പൊസിഷനുകൾ ചെയ്യുന്ന പ്രധാന ഫങ്ഷൻസ്, ഒരു സെന്റൻസിൽ അവയുടെ പ്രധാന ഫങ്ഷൻസ് എന്താണെന്ന് പരിശോധിക്കാം. നമ്പർ 1, ഇൻഡിക്കേറ്റിംഗ് ടൈം. Prepositions can specify when something happens. Examples: at 5 p.m. on Monday in June. ഒരു സമയത്തെ സൂചിപ്പിക്കാൻ പ്രിപ്പൊസിഷൻസ് ഉപയോഗിക്കും. ഇപ്പോൾ ഒരു സമയത്തിന് മുമ്പിലാണെങ്കിൽ ഉദാഹരണത്തിന് 5 p.m. അതിനു മുമ്പ് നാം അറ്റ് എന്ന പ്രിപ്പൊസിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു ദിവസത്തെ ആ രൂപത്തിലാണ്, ദിവസത്തിന് മുമ്പിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓൺ മൺഡേ, ഒരു ദിവസത്തിന് മുമ്പിൽ നാം ഉപയോഗിക്കേണ്ട പ്രിപ്പൊസിഷൻ ഓൺ. ഇനി ഒരു മന്ത്സ് അല്ലെങ്കിൽ ഇയർ ഇതൊക്കെയാണെങ്കിൽ ഇൻ എന്ന പ്രിപ്പൊസിഷൻ അതിനു മുമ്പ് ഉപയോഗിക്കും, ഇൻ ജൂൺ. ഇതെല്ലാം തന്നെ ഒരു സമയത്തെയാണ്, ഒരു കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്പർ 2, ഇൻഡിക്കേറ്റിംഗ് പ്ലേസ്. ഒരു സ്ഥലത്തിനെ സൂചിപ്പിക്കാൻ പ്രിപ്പൊസിഷൻസ് ഷോ ദ ലൊക്കേഷൻ ഓർ പൊസിഷൻ ഓഫ് സംതിങ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ റൂം, റൂമിനകത്താണ് ആ പ്ലേസ് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഇൻ എന്ന പ്രിപ്പൊസിഷൻ ഉപയോഗിക്കും. ഓൺ ദ ടേബിൾ, ഒരു മേശയുടെ മുകളിലാണ്, മേശപ്പുറത്താണ് എന്ന് പറയാൻ ഓൺ ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. അണ്ടർ ദ ബെഡ്, ബെഡിന് അടിയിലാണ്, അതിന് കീഴെയാണ് എന്ന് പറയാൻ അണ്ടർ എന്നുള്ള പ്രിപ്പൊസിഷൻ ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. നമ്പർ 3, ഇൻഡിക്കേറ്റിംഗ് ഡയറക്ഷൻ ഓർ മൂവ്മെന്റ്. ഒരു ചലനം, ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ടു ദ പാർക്ക്, പാർക്കിലേക്ക്, ആ സ്ഥലത്തേക്ക് എന്നുള്ള ഡയറക്ഷനിലേക്ക് ടു ഉപയോഗിച്ചു. Then into the house, വീടിനുള്ളിലേക്ക്, ഒരു വസ്തുവിന്റെ ഉള്ളിലേക്ക്, അകത്തേക്ക് എന്ന് കാണിക്കാൻ നാം into ഉപയോഗിക്കും. Then towards the car, കാറിന് നേരെ ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കാൻ നമുക്ക് towards, അങ്ങോട്ട്, ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് സഞ്ചരിക്കുന്ന ഒരു ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു. Then indicating cause or reason, എന്തിന്റെയെങ്കിലും ഒരു കാരണത്തെ സൂചിപ്പിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള പ്രിപ്പൊസിഷൻസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ബിക്കോസ് ഓഫ്, ഡ്യൂ ടു എന്ന് പറഞ്ഞിട്ട് ആ കാരണം വിശദീകരിക്കും. അപ്പോൾ ഒരു കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നാം ബിക്കോസ് ഓഫ്, ഡ്യൂ ടു തുടങ്ങിയ പ്രിപ്പൊസിഷൻസ് ഉപയോഗിക്കും. ദെൻ നെക്സ്റ്റ് നമ്പർ 5, ഇൻഡിക്കേറ്റിംഗ് മാനർ. ഒരു പ്രവൃത്തിയുടെ രീതി, അതല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നു. പ്രിപ്പൊസിഷൻസ് ക്യാൻ ഡിസ്ക്രൈബ് ഹൗ സംതിങ് ഈസ് ഡൺ. എങ്ങനെയാണ് ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ള ആ മാനർ കാണിക്കാൻ പ്രിപ്പൊസിഷൻ സഹായിക്കും. ഉദാഹരണത്തിന് വിത്ത് കെയർ, ശ്രദ്ധാപൂർവം ആ പ്രവൃത്തി നടത്തിയത് വളരെ ശ്രദ്ധയോടുകൂടിയാണ്. അല്ലെങ്കിൽ ബൈ ഹാൻഡ്, കൈകൊണ്ടാണ് ചെയ്തത് എന്നൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ദെൻ ഇൻഡിക്കേറ്റിംഗ് പൊസിഷൻ. പ്രിപ്പൊസിഷൻസ് ക്യാൻ ഷോ ഓണർഷിപ്പ് ഓർ ബിലോങ്ങിങ്. ഒരു വസ്തുവിന്റെ ഓണർഷിപ്പ്, അതല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നൊക്കെ കാണിക്കുന്ന ആ പൊസിഷൻ കാണിക്കാനും ഉപയോഗിക്കും. ഉദാഹരണത്തിന് ദ പേജസ് ഓഫ് ദ ബുക്ക്, ബുക്കിന്റെ പേജുകൾ. അപ്പോ ആ പേജസ് ആ ബുക്കിൻ്റെതാണ്, അതിന്റെ ആ പൊസിഷനാണ് ഓഫ് കാണിക്കുന്നത്. എ റൂം വിത്ത് 2 വിൻഡോസ്, ആ റൂമിന് 2 വിൻഡോകളുണ്ട്, ആ 2 വിൻഡോകൾ റൂമിൻ്റെതാണ് എന്ന് കാണിക്കാൻ എ റൂം വിത്ത് 2 വിൻഡോസ്, 2 ജനലോട് കൂടിയ എന്ന് പറയുന്ന ആ കൂടിയ എന്നർത്ഥം വരുന്ന വിത്ത് എന്നുള്ള പ്രിപ്പൊസിഷൻ. ഇനി ശ്രദ്ധിക്കേണ്ടത്, എ പ്രിപ്പൊസിഷൻ മേ ബി ഫോളോഡ് ബൈ എ നൗൺ, എ പ്രൊനൗൺ ഓർ നൗൺ ഈക്വലന്റ് ലൈക്ക് ജെറന്റ് ഓർ ing ഫോം. എപ്പോഴും ഒരു പ്രിപ്പൊസിഷൻ കഴിഞ്ഞ് ഒരു നൗണോ അല്ലെങ്കിൽ പ്രോനൗണോ, അതല്ലെങ്കിൽ നൗണിന് പകരം വെക്കാൻ പറ്റുന്ന വേർബിന്റെ ing ഫോം അഥവാ ജെറന്റ് ഫോം ആയിരിക്കും ഒരു പ്രിപ്പൊസിഷൻ കഴിഞ്ഞ് വരുന്നത്. പൂർണ്ണമായ ഒരു വേർബ് വരില്ല. ഒരു വേർബ് അതേ രൂപത്തിൽ വരുമ്പോൾ ആ വന്നിരിക്കുന്നത്, വേർബിന് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രിപ്പൊസിഷൻ ആയിരിക്കില്ല. വിദ്യാർത്ഥികൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രിപ്പൊസിഷൻ കഴിഞ്ഞ് അതിന് തൊട്ട് പിറകെയായി ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ, അതല്ലെങ്കിൽ ഒരു ing ഫോം ഉണ്ടായിരിക്കും. ഇനി റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ഓൺ റോഡ് സേഫ്റ്റി. ഇവിടെ റോഡ് സേഫ്റ്റിയെ വിശദീകരിക്കുന്ന ഒരു പാസേജ് നൽകിയിരിക്കുന്നു. അത് വായിച്ച് അതിലടങ്ങിയിരിക്കുന്ന പ്രിപ്പൊസിഷൻസ് കണ്ടെത്തുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആദ്യം ഓഫ് എന്ന പ്രിപ്പൊസിഷൻ കാണാം, ഓഫ് ദ റൂൾസ്. ആ ഓഫ് എന്ന പ്രിപ്പൊസിഷൻ കഴിഞ്ഞു വരുന്ന ദ റൂൾസ് എന്നുള്ള നൗണും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമാണ് അത് ഒരു പ്രിപ്പൊസിഷൻ ആകുന്നത്. രണ്ടാമതും ഓഫ് അതേഴ്സ്, അവിടെയും ഓഫ് കഴിഞ്ഞ അതേഴ്സ് എന്നുള്ള ഒരു
noun equivalent ഉണ്ട്. Then on the road. On the road കഴിഞ്ഞ് on കഴിഞ്ഞ് ഒരു noun ആണുള്ളത്, the roads. Then at red lights. അവിടെയും at കഴിഞ്ഞ് red lights എന്നുള്ള ഒരു noun phrase ഉണ്ട്. Then to pedestrians. To കഴിഞ്ഞ് pedestrians എന്നുള്ള noun ഉണ്ട്. Then between your vehicle എന്നുള്ളിടത്ത് your vehicle എന്നുള്ളത് ഒരു noun ആണ്, between ഒരു preposition ആണ്. Then in case of. In കഴിഞ്ഞ് case എന്നുള്ള noun, of sudden stops. അതൊക്കെ noun phraseകളാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഇതാണ്. പ്രിപ്പോസിഷൻ കഴിഞ്ഞ് ഒരു നൗണോ noun phraseോ പ്രൊനൗണോ അല്ലെങ്കിൽ ing ഫോംസോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇൻ എ വെഹിക്കിൾ, വീണ്ടും ഇൻ കഴിഞ്ഞ് ഒരു noun ഫോം കാണാൻ സാധിക്കും. Then from the road. From കഴിഞ്ഞ് the road എന്നുള്ള noun ഉണ്ട്. Then to accidents. To കഴിഞ്ഞ് accidents എന്നുള്ള noun ഫോം ഉണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. To കഴിഞ്ഞ് ഇപ്പോ ഉദാഹരണത്തിന് പറയുമ്പോൾ to take, to help എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആ to ഒരു പ്രിപ്പോസിഷൻ ആയിരിക്കില്ല. കാരണം തുടർന്ന് വരുന്ന take എന്നുള്ളത് ഒരു വേർബാണ്, ഹെൽപ്പ് എന്നുള്ളത് ഒരു വേർബാണ്. അത്തരം ഘട്ടത്തിൽ അവ പ്രിപ്പോസിഷനായി പരിഗണിക്കില്ല. വീണ്ടും ഈ പാസേജ് വായിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കും for oncoming. for കഴിഞ്ഞ് oncoming vehicles എന്നുള്ള ഒരു noun phrase ഉണ്ട്. with caution. caution എന്നുള്ളത് ഒരു noun ഫോം ആണ്. അതിനു മുമ്പാണ് preposition with വന്നത്. Then alongside the roads. roads എന്നുള്ള noun ഉണ്ട്. അതിനു മുമ്പാണ് alongside എന്നുള്ള preposition വന്നത്. Then on the pavement എന്നുള്ളതും ഒരു noun phrase ആണ്. on കഴിഞ്ഞ് ഒരു noun phrase, അതുകൊണ്ട് അതൊരു preposition ആണ്. The last one for all എന്നുള്ളിടത്ത് all എന്നുള്ളത് ഒരു general pronoun ആണ്. അതുകൊണ്ട് തന്നെ അതൊരു for എന്നുള്ളത് ഒരു പ്രിപ്പോസിഷനായി പരിഗണിക്കാം. Then of accidents, അതും ഒരു പ്രിപ്പോസിഷൻ ആണ്. ഇനി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് pick out the prepositions from the passage and place them in the box given below. ഈ പാസേജിൽ നിന്നും പ്രിപ്പോസിഷൻസ് മാത്രം കണ്ടെത്തി ഇവിടെ ബോക്സിൽ എടുത്തെഴുതുക എന്നുള്ളതാണ്. അതിവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയതും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി ബി. Now examine the picture and write a paragraph describing the scene using suitable prepositions. ഇവിടെ മനോഹരമായ ഒരു റൂമിന്റെ പിക്ചർ നൽകിയിരിക്കുന്നു. ആ റൂമിൽ ഒട്ടനവധി വസ്തുക്കളുമുണ്ട്. ഇവയുടെ ഒരു വിശദീകരണം ഒരു പാരഗ്രാഫിലേക്ക് എഴുതുക. ധാരാളമായി അനുയോജ്യമായ പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ റൂമിന്റെ ഒരു വിശദീകരണം ഇവിടെ ധാരാളം പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട്. പ്രിപ്പോസിഷൻസ് എല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്ത് നൽകിയതും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. The passage given below has some errors. Let's edit the errors. ഇവിടെ ഒരു പാസേജ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നു. അതിൽ ധാരാളം എറേഴ്സ് ഉണ്ട്. വിദ്യാർത്ഥികൾ എറേഴ്സ് കണ്ടെത്തി അവ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്ത് നൽകിയിട്ടുണ്ട്. റെഡ് കളറിൽ മാർക്ക് ചെയ്തതെല്ലാം തന്നെ എറേഴ്സ് ആണ്. അവയുടെ കറക്റ്റ് ഫോം താഴെ നൽകിയിരിക്കുന്നു. ഉദാഹരണത്തിന് റോക്ഡ് ഓഫ്. ഇവിടെ റോക്ഡ് എന്ന് കഴിഞ്ഞ് ഓഫ് എന്നുള്ള പ്രിപ്പോസിഷൻ ആണ് തെറ്റ്. അനുയോജ്യമായ പ്രിപ്പോസിഷൻ റോക്ഡ് വിത്ത് എന്നുള്ളതാണ്. അത് കറക്റ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ബ്ലൂ കളറിൽ ഒരെണ്ണം നൽകിയിരിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഇത് എററായി മാർക്ക് ചെയ്തിട്ടില്ല. ഇറ്റ് സീംസ് എന്നുള്ളത് പ്രസന്റ് ടെൻസിൽ തന്നെ നൽകിയിരിക്കുന്നു. എന്നാൽ മൊത്തം പാസേജ് വായിക്കുമ്പോൾ എല്ലാ വേർബുകളും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് സെയിംസ് എന്നതിന് പകരം സെയിംഡ് എന്ന പാസ്റ്റ് ഫോം ആയിരിക്കും മോർ അപ്രോപ്രിയേറ്റ്. അതുകൊണ്ടാണ് അതും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് കൺവേഴ്സ്. ആക്ടിവിറ്റി 1 given on textbook page 102. ടെക്സ്റ്റ് ബുക്കിൽ 102 പേജിൽ നൽകിയിരിക്കുന്ന ലെറ്റ്സ് കൺവേഴ്സ്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക എന്നുള്ള ടൈറ്റിലിൽ ആക്ടിവിറ്റീസ് നൽകിയിരിക്കുന്നു. പ്രധാനമായും ഇതിൽ നൽകിയിരിക്കുന്നത് ഗിവിംഗ് സജസ്റ്റൻസ് ആൻഡ് റിഫ്യൂസിംഗ് സജസ്റ്റൻസ്. ചില നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വളരെ മാന്യമായി ചില നിർദ്ദേശങ്ങളെ തിരസ്കരിക്കുന്നതിനുമുള്ള എക്സ്പ്രഷൻസിനെ പരിചയപ്പെടുത്താനാണ്. ഇവിടെ വിദ്യാർത്ഥികൾ 3 സെന്റൻസുകൾ നൽകിയത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സെന്റൻസ്, I suggest you board the fast local trains on the harbour lane. ഒരാൾ മറ്റൊരാളുടെ ഒരു സജസ്റ്റൻ വെക്കുകയാണ്. I suggest you board the fast local trains on the harbour lane. രണ്ടാം സെന്റൻസ്,
We had better take into consideration the heavy traffic in South Mumbai. We had better take into consideration. മറ്റൊരു നിർദ്ദേശം നൽകുന്ന രീതിയാണത്. മൂന്നാമത്, ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ടു എക്സ്പാൻഡ് അവർ സർവീസ് ടു നവി മുംബൈ എന്നുള്ള രൂപത്തിൽ ഒരു ചോദ്യ രൂപത്തിൽ മറ്റൊരു നിർദ്ദേശം. ഇനി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് പിക്ക് ഔട്ട് ദി എക്സ്പ്രഷൻസ് യൂസ് ടു മേക്ക് സജഷൻസ് ഫ്രം ദി അബവ് സെന്റൻസസ്. ഈ 3 സെന്റൻസുകളിലും വ്യത്യസ്ത രീതിയിലാണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അതിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകാൻ ഏത് രീതിയാണ്, ഏത് എക്സ്പ്രഷനാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തുക. നമുക്കറിയാം, നമ്പർ 1 ആദ്യത്തിൽ നിർദ്ദേശിക്കുക എന്നുള്ളത് ഞാൻ നിർദ്ദേശിക്കുന്നു എന്ന് പറയുന്ന രൂപത്തിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഐ സജസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് നിർദ്ദേശം പറയുന്നത്. രണ്ടാമതിൽ വി ഹാഡ് ബെറ്റർ എന്ന രൂപത്തിൽ ഒരു ഉപദേശമാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാം സെന്റൻസിൽ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഓർ ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ് ഐഡിയ എന്ന രൂപത്തിലാണ് മൂന്നാം സെന്റൻസിൽ നിർദ്ദേശം വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ പല രീതികളിൽ നമുക്ക് ചില പ്രയോഗങ്ങൾ ഉപയോഗിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. Now, the following are a few other expressions used to make suggestions. നിർദ്ദേശങ്ങൾ നൽകാൻ ഇംഗ്ലീഷിൽ ഒട്ടനവധി എക്സ്പ്രഷൻസ് ഉപയോഗിക്കും. വിദ്യാർത്ഥികൾക്ക് ഇവിടെ ധാരാളം എക്സ്പ്രഷൻസ് നൽകിയതിൽ ചിലതെങ്കിലും ഓർത്തു വെക്കുക, സ്വന്തമായി തന്നെ സെന്റൻസുകളിൽ ഉപയോഗിക്കുക. അതാണ് അടുത്ത ആക്ടിവിറ്റി. വിദ്യാർത്ഥികളോട് ഇവിടെ നൽകിയിരിക്കുന്നത് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു സന്ദർഭം നൽകിയിട്ടുണ്ട്. എ സീനിയർ ഡബ്ബാവാല പ്രൊവൈഡിങ് സജഷൻസ് ടു എ ന്യൂ റിക്രൂട്ട്. ഒരു സീനിയർ ഡബ്ബാവാല തന്റെ കീഴിൽ തന്റെ കൂടെ ജോലി ചെയ്യാൻ വന്നിരിക്കുന്ന ഒരു പുതിയ റിക്രൂട്ടർ, ഒരു പുതിയ ഡബ്ബാവാലക്ക് സന്ദർഭോചിതം നൽകുന്ന ചില നിർദ്ദേശങ്ങൾ. അത്തരത്തിൽ ചില സെന്റൻസുകൾ ഈ എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതിയുണ്ടാക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ 5ഓളം സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അവ നോട്ട് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. The new Dabbawala has the freedom to accept or decline the suggestions of his senior. How will he do it? Let's go through a few expressions for accepting and refusing suggestions. ഒരു വ്യക്തിക്ക് മറ്റൊരാൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും നിരസിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണ് ഈ സീനിയർ ഡബ്ബാവാല നൽകുന്ന നിർദ്ദേശങ്ങൾ മറ്റേയാൾ നിരസിക്കുന്നത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് അനുയോജ്യമായിട്ടുള്ള ആക്സെപ്റ്റിംഗ് സജഷൻസ്, റെഫ്യൂസിംഗ് സജഷൻസ് എന്നിങ്ങനെ 2 കോളത്തിലായി അനുയോജ്യമായ എക്സ്പ്രഷൻസ് നൽകിയത് വിദ്യാർത്ഥികൾ വായിച്ചു നോക്കുക. നമ്മോട് ഒരാൾ നൽകുന്ന നിർദ്ദേശം നാം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഷുവർ, ലെറ്റ്സ് എന്ന് പറഞ്ഞ് ആ നിർദ്ദേശം പറയുക. അതല്ലെങ്കിൽ യെസ് ഐ വുഡ് ലൈക്ക് ടു ഓർ യെസ് ഐ വുഡ് ലവ് ടു എന്ന രൂപത്തിൽ ബാക്കി കാര്യങ്ങൾ പറയുക. വാട്ട് എ ഗുഡ് ഐഡിയ എന്ന രൂപത്തിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ നിർദ്ദേശം സ്വീകരിക്കാം. വൈ നോട്ട്? അതല്ലെങ്കിൽ യെസ് വിത്ത് പ്ലഷർ, യെസ് ദാറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ, ദാറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ. ഈ രൂപത്തിലൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നാം റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നോ, ലെറ്റ്സ് നോട്ട്, വെൽ ഐ വുഡ് റാദർ എന്ന് പറഞ്ഞ് ഞാൻ മറ്റൊരു കാര്യമാണ് പ്രിഫർ ചെയ്യുന്നത്. ഐ വുഡ് റാദർ മീൻസ് ഐ പ്രിഫർ. നിങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറം ഞാൻ മറ്റൊരു കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന രൂപത്തിൽ നമുക്ക് മാന്യമായി റിഫ്യൂസ് ചെയ്യാം. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ദാറ്റ് ഓർ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ് എന്ന രൂപത്തിലും പറയാം. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് ഐഡിയ, ഐ എം നോട്ട് വെരി കീൻ ഓൺ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക് എന്ന രൂപത്തിലൊക്കെ നമുക്ക് റിഫ്യൂസ് ചെയ്യാം. വിദ്യാർത്ഥികൾ ഈ എക്സ്പ്രഷൻസും നോട്ട് ചെയ്യുക, ചിലതെങ്കിലും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി given on textbook page 104. Let's perform. Write the likely conversation between the senior Dabbawala and the new recruit using the expressions above or any others of your choice. You may all play the same in the classroom. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ലെറ്റ്സ് പെർഫോം എന്നുള്ള ഒരു ആക്ടിവിറ്റി ഇതാണ്. സീനിയർ ഡബ്ബാവാലയും ന്യൂ റിക്രൂട്ടും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതി അതൊന്ന് ക്ലാസ്സിൽ അവതരിപ്പിക്കുക, ഒരു റോൾ പ്ലേ. ഉപയോഗിക്കേണ്ട എക്സ്പ്രഷൻസ് നേരത്തെ നൽകിയ പോലെയുള്ള ഗിവിംഗ് സജഷൻസ് ഓർ റെഫ്യൂസിംഗ് സജഷൻസ്. നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാനും നിർദ്ദേശങ്ങൾ നിരസിക്കാനുമുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കുക. ഒരു മോഡൽ കോൺവെർസേഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്, വിദ്യാർത്ഥികൾ വായിക്കുക. സീനിയർ ഡബ്ബാവാല, don't you think it's a good idea to double check the addresses before starting the deliveries? New recruit, yes, that's a good idea. I will make sure to do that.
Senior Dabawala, maybe we should start earlier during peak traffic hours to avoid delays. New recruit, I see your point, but I think I can manage on time. I will give it a try first. Senior Dabawala, all right. How about practicing the sorting system a bit more, just to be sure you are familiar with the codes? New recruit, sure, that sounds helpful. I will practice using the codes. Senior Dabawala, what if we create a backup plan for days when the trains are delayed? New recruit, that's a great suggestion. Having an alternative route could really help. Senior Dabawala, does it matter if we ask customers for feedback on our service? New recruit, I'm not sure about that. Some might not have time for it, but it could be worth asking a few. Senior Dabawala, fair enough. Let's start with just a few and see how it goes. ഈ രൂപത്തിൽ ഒരു കോൺവെർസേഷൻ നൽകിയത് വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക. Next activity, activity 2, given on textbook page 104. Read the following conversation. Anida, will it rain tonight? Mother, I'm not sure. Anida, make a guess. Mother, if I had to take a guess, I would say it would rain tonight. What do the words given in italics convey? They give a warning, make a suggestion, or express a guess. ഇവിടെ അനിതയും മദറും തമ്മിലുള്ള ഈ കോൺവെർസേഷനിൽ ചില വാക്കുകൾ ഇറ്റാലിക്സിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. എന്താണ് അവ നൽകുന്ന സന്ദേശം? നമുക്കറിയാം, അത് ഊഹമാണ്. മേക്ക് എ ഗസ് ഓർ എക്സ്പ്രസ് എ ഗസ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, റീഡ് ദി എക്സ്പ്രഷൻസ് ഗിവൺ ബിലോ. സം ഓഫ് ദം ആർ യൂസ്ഡ് ടു ആസ്ക് പീപ്പിൾ ടു ഗസ് സംതിങ് ആൻഡ് ദി others are used for making guesses. Write them in the table given. ഇവിടെ ചില എക്സ്പ്രഷൻസ് നൽകിയിരിക്കുന്നു. ചിലതൊക്കെ ആസ്കിംഗ് പീപ്പിൾ ടു ഗസ്, നാം മറ്റുള്ളവരോട് ഗസ് ചെയ്യാൻ വേണ്ടി അവരോട് ഒരു ഒന്ന് ഊഹിക്കാൻ ആവശ്യപ്പെടുന്ന ചില പ്രയോഗങ്ങളാണ്. മറ്റൊന്ന് നാം നമ്മുടെ ഊഹം ഗസ് പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്, മേക്കിംഗ് എ ഗസ്. ഈ എക്സ്പ്രഷൻസ് എല്ലാം തന്നെ ജംബിൾ ഓർഡറിലാണ്. അവ അനുയോജ്യമാം വിധം ഈ കോളങ്ങളിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ നൽകിയിട്ടുണ്ട്. ആസ്കിംഗ് പീപ്പിൾ ടു ഗസ്, ക്യാൻ യു ഗസ്, ഹാവ് എ ഗസ്, ഗസ് വാട്ട്, ഈ രൂപത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ മേക്കിംഗ് എ ഗസ്, ഐ ഗസ്, നമ്മുടെ ഊഹം പറയാൻ. മൈ ഗസ് ഈസ്, ഐ വുഡ് സേ, ചാൻസസ് ആർ, off the top of my head, I think, probably, maybe, ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഗസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ്, സൊല്യൂഷൻ ടു ദ ക്രോസ്വേർഡ് പസിൽ. ടെക്സ്റ്റ് ബുക്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ക്രോസ്വേർഡ് പസിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ സൊല്യൂഷൻ ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകുന്നു. വീഡിയോ പോസ്റ്റ് ചെയ്ത് സൊല്യൂഷൻ നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, ആക്ടിവിറ്റി ഗിവൺ ഓൺ ടെക്സ്റ്റ് ബുക്ക് പേജ് 106. ലെറ്റ്സ് ടീം അപ്പ്, ഗ്രൂപ്പ് പ്രോജക്റ്റ്. ടെക്സ്റ്റ് ബുക്കിൽ 106 പേജിൽ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ആക്ടിവിറ്റിയായി നൽകിയിട്ടുണ്ട്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഓഫ് യുവർ ഫ്രണ്ട്സ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അവരുടെ ഭക്ഷണ സ്വഭാവം, രീതികളെക്കുറിച്ച് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഷാൽ വി കണ്ടക്ട് എ സർവേ, ഒരു സർവേ നമുക്ക് നടത്താം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദിസ്? ഡിസ്കസ്. ഒരു സർവേ നടത്തി കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് അതിവിടെ നൽകിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ. ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ സജസ്റ്റഡ്. നമ്പർ 1, talk to some of your friends about the food preferences and favorite dishes. വിദ്യാർത്ഥികളുടെ ഫുഡ് പ്രിഫറൻസസ്, അവരുടെ ഫേവറേറ്റ് ഡിഷ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. Number 2, identify their food habits from the discussion. ഡിസ്കഷനിൽ നിന്നും നിങ്ങളുടെ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികളുടെ ഫുഡ് ഹാബിറ്റ്സ്, പ്രത്യേകമായ ഭക്ഷണ ശീലങ്ങളെക്കുറിച്ച് കണ്ടെത്താൻ ശ്രമിക്കുക. Then sit with your friends and prepare a few questions for the survey among your class or schoolmates. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്താൻ
സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ്സിലോ അല്ലെങ്കിൽ സ്കൂൾ മേറ്റ്സിലോ ഫ്രണ്ട്സിനിടയിൽ ഒരു സർവേ നടത്താൻ ആവശ്യമായ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ചിരിക്കുക. ദെൻ എഡിറ്റ് ആൻഡ് ഫൈനലൈസ് ദ ക്വസ്റ്റ്യനെയർ. അങ്ങനെ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസ് വേണ്ട വിധം എഡിറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുക. Then conduct interviews using the questionnaire and record the responses. എന്നിട്ട് നിങ്ങൾ വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്ത് അവരുടെ റെസ്പോണ്ടുകൾ നോട്ട് ചെയ്യുക, അവരുടെ പ്രതികരണങ്ങൾ എടുക്കുക. നമ്പർ 6, അനലൈസ് ദ ഡാറ്റ ആൻഡ് കൺസോളിഡേറ്റ് ഇറ്റ് കെയർഫുള്ളി. ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ച് അവ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ശേഖരിച്ചു വെക്കുക. നമ്പർ 7, ഡ്രാഫ്റ്റ് എ റിപ്പോർട്ട് ഗിവിംഗ് സ്യൂട്ടബിൾ ഇലസ്ട്രേഷൻസ്. ആവശ്യമായ ചിത്രീകരണങ്ങളോടുകൂടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. നമ്പർ 8, എഡിറ്റ് ആൻഡ് കറക്റ്റ് ദ റിപ്പോർട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. ടീച്ചറുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ സഹായത്തോടു കൂടി നിങ്ങൾ ആ റിപ്പോർട്ട് വേണ്ട വിധം എഡിറ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ദെൻ നമ്പർ 9, പബ്ലിഷ് ദ റിപ്പോർട്ട് ഇൻ യുവർ സ്കൂൾ ഓർ ക്ലാസ് മാഗസീൻ. നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ ക്ലാസ്സിന് പ്രത്യേകമായ ഒരു മാഗസീൻ ഉണ്ടെങ്കിൽ അതിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റായി ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു സർവേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 8 ക്വസ്റ്റ്യൻസ് ആണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകുന്നത്. നമ്പർ 1, ഹൗ മെനി മീൽസ് ഡു യു ഈറ്റ് ഇൻ എ ഡേ? ഡു യു പ്രിഫർ ഹോം കുക്ക്ഡ് മീൽസ് ഓർ ഫാസ്റ്റ് ഫുഡ്? ഹൗ ഓഫൻ ഡു യു ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? Do you usually skip breakfast? How much water do you drink daily? What's your favorite snack? Do you prefer healthy or junk food? How often do you eat out? Number 8, how often do you eat out? നിങ്ങൾ എത്ര പ്രാവശ്യം ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ എത്ര പ്രാവശ്യം പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കും എന്നാണ് ചോദിക്കുന്നത്. Now using these questions, try to find out the eating habits of your friends. ഈ ചോദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അവരുടെ ഭക്ഷണ രീതികളെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ഇന്റർവ്യൂ തയ്യാറാക്കുക. ഇവിടെ ഒരു ഇന്റർവ്യൂ ഒരു കോൺവെർസേഷൻ പോലെ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും. യു ആൻഡ് യുവർ ഫ്രണ്ട്. യു ആർ ആസ്കിംഗ്, I hope you will be happy to answer some questions about your eating habits. Let's start. How many meals do you eat in a day? How many meals do you eat in a day? ഈ രൂപത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. Then friend മറുപടി പറയും, I eat 3 meals, sometimes a snack in between. ഈ രൂപത്തിൽ ഇതൊരു മോഡലാക്കി വിദ്യാർത്ഥികൾ നിങ്ങളുടേതായ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തയ്യാറാക്കി ഈ സർവേ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ദെൻ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് അതിന് നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അതാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. ഡയറ്ററി ഹാബിറ്റ്സ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ. റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദി ഇന്റർവ്യൂ. നിങ്ങൾ നടത്തിയ ഇന്റർവ്യൂ അടിസ്ഥാനമാക്കി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഡയറ്ററി ഹാബിറ്റ്സ്, ഭക്ഷണശീലങ്ങളെ കുറിച്ചുള്ള ഒരു കൊച്ചു റിപ്പോർട്ട്. Based on the interview, most students eat 3 meals a day, with some including snacks. Many prefer home-cooked meals over fast food, though they occasionally eat out. Fruits and vegetables are part of their diet, but not consistently. Most students do not skip breakfast, and they drink around 6 glasses of water daily, though some aim to drink more. Snacks like chips are popular, but there is an awareness of the importance of healthy eating. Despite preferring junk food, students understand the need for healthier options. They usually eat out once or twice a week. Overall, the students have a mix of healthy and less healthy eating habits. Teachers and parents should be aware of children's unhealthy dietary habits and guide them toward healthier choices. ഇതാണ് നിങ്ങളുടെ റിപ്പോർട്ട്. വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആക്ടിവിറ്റീസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. അവയെല്ലാം തന്നെ നാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഈ വീഡിയോ അല്പം ലെങ്തി ആയിരിക്കും.
എങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോയുടെ ഉള്ളടക്കം തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.